ഇന്ന് തയ്യാറാക്കുന്നത് ചൂട് കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു സർബത്താണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും അതേപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സർബത്താണ്. അന്നേരം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ എടുക്കുക. കുരു ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചവ്വരിയാണ്. ചവ്വരി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഒരു പിടി ചവ്വരി എടുത്തിട്ടുണ്ട്. അത് 2 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുക. ഒരു നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 1/2 ലിറ്റർ പാലിനകത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നിട്ട് 1/2 ലിറ്റർ പാലൊന്ന് തിളച്ച് വരുന്നിടം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ചവ്വരി നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്നത് 2 മണിക്കൂറായിട്ട് കുതിരാനായിട്ട് വെച്ചിരുന്ന ചവ്വരി ഇതിനകത്ത് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചവ്വരി നിങ്ങൾക്ക് സെപ്പറേറ്റും വേവിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പാലിനകത്ത് തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഇനി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ 1-2 മണിക്കൂറൊന്ന്, ഫ്രീസറിലല്ല തൊട്ട് താഴെ നമുക്ക് 1-2 മണിക്കൂറൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് തണ്ണിമത്തനിൽ ഇത് ചേർത്ത് കൊടുത്താലായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അതേപോലെ തണ്ണിമത്തനും തണുപ്പിക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇതിന് മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഐസ്ക്രീമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ചൂട് സമയത്തൊക്കെ കുടിക്കാനായിട്ട് വളരെ രുചികരവും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തണ്ണിമത്തൻ്റെ സർബത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം.